السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. കുട്ടിയെ ആ സ്വിച്ചിടു എന്ന് പിതാക്കന്മാർ മുൻകാലങ്ങളിൽ ഇരിക്കുന്നോട് തിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നെല്ലാം അപ്ഡേറ്റായി അലക്സ സ്വിച്ച് ഓൺ ദ ലൈറ്റ് എന്ന രൂപത്തിലേക്ക് AI ടെക്നോളജികൾ ഉപയോഗിച്ച് ഇന്ന് കമ്പനികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ വലിയ വിജയത്തിലേക്കാണ് AI ടെക്നോളജി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇൻസ്റ്റഗ്രാം ഏകദേശം നമ്മളിലുള്ളവരെല്ലാം ഉപയോഗിക്കുന്നവരാണ്. അതിൽ ഫിറ്റൈറ്റാന എന്ന ഒരു ഗേൾ മോഡലിന്റെ അക്കൗണ്ട് ഉണ്ട്. കോടിക്കണക്കിന് രൂപയാണ് അവൾ അതിൽ സമ്പാദിക്കുന്നത്. എന്നാൽ ഇവളൊരു റോബോട്ടാണ്. ഇത്തരത്തിൽ ഒരുപാട് ഉപകാരമില്ലായ്മ കൊണ്ടും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത്. നമുക്കറിയാം, നമ്മുടെ പഠനപരമായ, വിദ്യാഭ്യാസപരമായ, ജോലിപരമായ ഒരുപാട് ഉപകാരങ്ങൾക്ക് വലിയ സുഖം പ്രാപിക്കാൻ നമുക്കിതിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഉള്ളടക്കങ്ങളെയും എല്ലാ കാര്യങ്ങളെയും വിശദമായി നമുക്കത് വരച്ച് കാണിച്ചു തരുന്നുണ്ട് ഈ AI ടെക്നോളജി. സിരി, അലക്സ പോലത്തെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴിയും എവിടെയും തോൽക്കാൻ പോകുന്നില്ല. മറിച്ച് ഭാഷയറിയാത്ത പ്രശ്നമാണെങ്കിൽ നമുക്കിതിലൂടെ ഭാഷകൾ തിരിച്ചറിയാനും അത് വായിക്കാനും എഴുതാനും കഴിയുന്നുണ്ട്. പണ്ടുകാലങ്ങളിൽ നമ്മുടെ റോഡുകളിലൂടെ വാഹനങ്ങൾ ഡ്രൈവറോട് കൂടെയാണ് പോയിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നെല്ലാം മാറി നാം കയറിയിരുന്ന് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ അടയാളപ്പെടുത്തുമ്പോൾ അവിടേക്ക് സ്വമേധേ വാഹനം പോകുന്ന അവസ്ഥയിലേക്ക് ഇത്രത്തോളം ഇന്ന് AI സംവിധാനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനും കമ്പനിയിലെ തിരക്ക് പിടിച്ച് തലക്ക് ഭ്രാന്ത് പിടിച്ച് വീട്ടിലിരിക്കുന്ന നമ്മുടെ ജോലികളെ എളുപ്പമാക്കാൻ ഇന്ന് ഈ AI സംവിധാനങ്ങൾ നമുക്കേറെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ മറുവശം നാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഈ ടെക്നോളജി വർദ്ധിച്ചു വരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവുന്നുണ്ട്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ തുച്ഛമായ കൂലി കൊണ്ടാണ് നമ്മുടെ വീടുകൾ നടന്നു പോന്നിരുന്നെങ്കിൽ എങ്കിൽ ഈ ടെക്നോളജിയിൽ വരുന്ന പുതിയ മിഷനുകൾ നമ്മുടെ ഈ ജോലികളെ ഘട്ടം ഘട്ടമായി ഇല്ലായ്മയിലേക്ക് എത്തുകയാണ്. മനുഷ്യന് ജോലിക്ക് പോകേണ്ട അവസ്ഥ ഇല്ലാതെ വരികയാണ്. ഇത് വരുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ അവർക്ക് കൂലിയില്ലാതെ, വേതനമില്ലാതെ, അവർക്ക് സമ്പാദ്യമില്ലാതെ വരും എന്നത് തീർച്ചയാണ്. ഇത്തരത്തിൽ മനുഷ്യനെ ഒരു തുടച്ചു നിവറ്റുന്ന രീതിയിലേക്ക് AI സംവിധാനങ്ങൾ വളർന്നു വരുന്നത് എന്നത് വളരെ വലിയ വെല്ലുവിളിയാണ് മനുഷ്യർക്ക്. മാത്രമല്ല, ഇതിലൂടെ കോടിക്കണക്കിന് രൂപകൾ തട്ടിയെടുക്കാനും ചിലർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് സൈബർ ഭാഗത്തു നിന്നുള്ള ഒരുപാട് വെല്ലുവിളികൾ ഇതിനെ നേരിടുന്നുണ്ട്. ഇന്ന് ഓൺലൈൻ യുഗത്തിലേക്ക് എല്ലാവരും മാറിയത് കൊണ്ട് തന്നെ ഇത്തരം ടെക്നോളജി ഉപയോഗിച്ച് പണം പണ്ടുകാലങ്ങളിൽ വീടുകൾ കയറി മോഷ്ടിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ ഓരോയും വ്യത്യസ്ത സ്വഭാവ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ആകർഷിപ്പിച്ച് അങ്ങനെ പണം തട്ടിയെടുക്കാനാണ് ഇന്ന് ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് മോഷണം ഉണ്ടാക്കുകയും സ്വന്തം വീട്ടിൽ നിന്ന് പണം സമ്പാദിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.